ഏറെക്കുറെ ചാക്യാർകൂത്തിന്റെ സ്ത്രീവേഷമാണ് നങ്ങ്യാർകൂത്ത്. ചാക്യാരെ പോലെ ഹാസ്യ സംഭാഷണമോ വിമർശനമോ നങ്ങ്യാർകൂത്തിലില്ല. എന്നാൽ ഈ നങ്ങ്യാരും വിദൂഷക വേഷമണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും നോക്കിയാലോ. ചാക്യാർ നേടിയെടുക്കുന്ന കൂട്ടച്ചിരിയും കരഘോഷവും കേട്ടുകൊണ്ടുള്ള വരവാണേ. ചാക്യാരും ഞാനും കൂടിയാട്ടത്തിൽ നിന്നുണ്ടായവരാണെങ്കിലും എല്ലാവർക്കും അവനെ മതിയേ. ഞാനും ആലോചിക്കാറുണ്ട് കേട്ടോ, അവനെ പോലെ ഹാസ്യവും വിമർശനവും സ്വല്പം പൊടിക്കൈകളും ചേർത്താലോ എന്ന്. നങ്ങ്യാർത്തിയെ അതിൽ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ? ഇല്ല, മൂകാഭിനയാണല്ലോ എന്റെ തട്ടകം. ചാക്യാർക്ക് അങ്ങനെയല്ലല്ലോ. ചാക്യാർക്കാണെങ്കിൽ ഈ കുഞ്ഞിനെ ഇപ്പൊ കൊഞ്ചിക്കാമായിരുന്നു. ഈ പോലീസുകാരോട് രണ്ട് തള്ളി ഈർഷ്യാ തള്ളാമായിരുന്നു. ഈ തിരുവാതിരക്കാരികളോടെ രണ്ട് കുശലം പറയാമായിരുന്നു. കലോത്സവ വേദികളിൽ കണ്ട കാഴ്ചകൾ വ്ലോഗായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമായിരുന്നു. നേതാക്കളുടെ ഭരണത്തെ വിമർശിച്ചേ ഫേസ്ബുക്കിൽ ലൈവ് പോയാൽ എന്താ ഏഭ്യത്തിനാകോ? പോട്ടെ, ഈ പൂക്കികളായ കുട്ടികളോടെ ചാക്യാരുടെ രണ്ട് കുറ്റമെങ്കിലും പറയാമായിരുന്നില്ലേ? ദേ, ഈ മീഡിയ വണ്ണിന് ആഗോള താപനവും തൃശ്ശൂരിലെ ചൂടും എന്ന വിഷയത്തിൽ ഒരു പ്രതികരണം നൽകിയാൽ എന്താ പുളിക്കോ? പക്ഷെ എന്ത് ചെയ്യാനാ, നങ്ങ്യാർത്തിയെ ഉണ്ടാക്കി വിടുമ്പോഴേ മിണ്ടാനുള്ള ബട്ടൺ പ്രവർത്തിക്കരുതെന്നായിരുന്നു അത്രേ ചട്ടം. ഈ കലോത്സവം അങ്ങ് വിടുക കുട്ടിയെ. അടുത്ത കലോത്സവം ആവട്ടെ, നങ്ങ്യാർത്തിക്ക് മിണ്ടാൻ ഒരു ഗ്യാപ്പ് കിട്ടിയാലേ ചാക്യാരെ അങ്ങ് ഒതുക്കണം. അപ്പൊ ശരി, അടുത്ത കലോത്സവത്തിന് കാണാം. നങ്ങ്യാർത്തിക്കും ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കുമൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1.